ഇക്ക എന്തേ മുഹമ്മദ് ഇക്ക, ഈ കടന്റെ മുതലാളി മുഹമ്മദ് ഇക്ക. മൂപ്പരെ പറ്റി ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളിത് വേറെ ആളേക്കൊന്ന് വാങ്ങിയതാണ്. മൂപ്പരെ വീട് ഇവിടെ അടുത്താണെന്ന് തോന്നുന്നു. എന്നാ ശരി. പണ്ടേ അങ്ങാടിയിൽ ഹോട്ടലിൽ ഉണ്ടായിരുന്ന മുഹമ്മദ് ഖാന്റെ വീട് എവിടെയാണ്? മുഹമ്മദ് ഖാ അങ്ങാടി കച്ചവടം ചെയ്തു. അലിന്റെ വാപ്പ വീട് കുറച്ച് അപ്പുറത്താണ്. അലിന്റെ നമ്പർ ഞാൻ തരാം. ഓക്കെ ഓക്കെ, കണ്ടു കണ്ടു കണ്ടു. ഇറങ്ങി വരൂ, കേറിയിരിക്കെ. മുഹമ്മദ് ഖാന്റെ മോനല്ലേ? അതെ. ഇവിടെ ഞാൻ പടം കാണാൻ വേണ്ടി വന്നാ. ഉപ്പ മരിച്ചിട്ട് 5 വർഷമായല്ലോ. നിങ്ങൾ ആരാ? ഇരിക്കെ. എവിടുന്നാണ് വരുന്നത്? ബാക്കി ഞാൻ കുറച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു. എന്ത് പൈസ? അത് 25 വർഷം മുമ്പുള്ള ബാക്കി ഹോട്ടൽ ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഭക്ഷണം കഴിച്ച പൈസയാണ്. 25 വർഷം മുമ്പുള്ള കണക്കാ? അതിപ്പോ അന്ന് പറ്റുബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്റെ പഴയ ബുക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുമോ? ആ കാലങ്ങൾ ചെറിയ കുട്ടിയല്ലേ? ആ, ഞാൻ ചെറിയ കുട്ടിയാണ്. അതപ്പാൻ്റെ ഹോട്ടലിൻ്റെ അടുത്തായിരുന്നു ഞാനും ഉമ്മയും താമസിച്ചിരുന്നത്. ഉമ്മ എന്നും പണിക്ക് പോയിട്ടായിരുന്നു ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. അതിനിടയിൽ ഉമ്മക്ക് സുഖമില്ലാണ്ടായി. വീട്ടിൽ കഴിക്കാനൊന്നും ഇല്ലാത്തൊരവസ്ഥ വന്നു. അതിനിടയിൽ ഒരു ദിവസം അല്ല ചങ്ങായി, ഇപ്പൊ നീച്ചു വരായിട്ടില്ലേ? കുറെ നേരം എടുക്കുന്നേ. ഒരു പത്രം നോക്കി കണ്ട് ഒരു ചായയും കുടിച്ചോ. ചങ്ങായി ഇന്നെന്തെങ്കിലും കാറ്റർ ഇട്ടുകൊണ്ട് അരെ അടക്കടാ അടക്കടാ. എന്താണത്? ഇത് വിൽക്കാൻ കൊടുത്തേച്ചാണ്. എനിക്ക് കട്ടെടുത്ത് വേണ്ടാൻ കൊടുത്തേച്ചാണ്. വൈച്ചിട്ടാണ് കാക്ക. ഉമ്മ പണിക്ക് പോയിട്ട് വേണം ഞങ്ങൾക്ക് വല്ലതും തിന്നണമെന്ന്. ഇന്നലെ ഇന്നൊന്നും ഉമ്മ പണിക്ക് പോയിട്ടില്ലേ, അതുകൊണ്ടാണ് കാക്ക. ബസ് വെച്ചിട്ട് കക്കലടാ. ഇവിടെ വാ. ഈ പൊട്ടി പൊളിഞ്ഞൊക്കെ ഞാൻ തിന്നാനാ? ജന തിന്നാ മതി. എന്റെ പറ്റില്ല എഴുതിക്കോളാം. ഇതുപോലെ കുടിച്ചോ. മൊത്തം ഞാൻ പറ്റില്ല എഴുതിക്കോളാം. കുടിച്ചോട്. അടക്ക് ഇവിടെ വാ. ഇതങ്ങനെ പോയാലോ? അന്റെ കണക്ക് ചെയ്തിട്ടെ. അന്റെ കണക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. നാളെ രാവിലെ ഇതേ നേരം ഇവിടെ വരണം. കുറച്ച് പണിയുണ്ട് ഇവിടെ. പോയിക്കോ. ആ, ഇത് വന്നാ ഞാൻ വരൂലെന്ന് വിചാരിച്ചേ. അവർക്ക് ഉമ്മാക്ക് സുഖായാ? കുഴപ്പമില്ല, സുഖമായി കഴിഞ്ഞു. ഉമ്മാക്ക് സുഖമില്ലാത്തോണ്ടേ ഇന്ന് എന്നെ കൊണ്ട് ഞാൻ പണിയെടുപ്പിച്ചിട്ടില്ല. നാളെ ഈ നേരം വരണം. ഇന്ന് ഭക്ഷണം കഴിച്ചോണ്ട് പോയിക്കട്ടാ. കാക്ക ഞാൻ പോട്ടെ. അതൊക്കെ നാളെ ഈ നേരം ഇവിടെ വരണം രാവിലെ. എന്നാ പോയിക്കോ. അങ്ങനെ എല്ലാ ദിവസവും ഞാൻ രാവിലെ ജോലിക്ക് കടയിൽ വരും. അപ്പൊ നിങ്ങളിപ്പോ പറയും
എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് അന്ന് പറ്റൂല എന്ന് പറഞ്ഞു. എന്നിട്ട് വയറ് നിറച്ച് ഭക്ഷണം തന്നിട്ട് നാളെ രാവിലെ വാന്ന് പറഞ്ഞിട്ട് പറഞ്ഞേ. അങ്ങനെ കുറേ ദിവസം തുടർന്നു പോയി. ഉമ്മാൻ്റെ അസുഖം കൂടി, ഉമ്മ മരിച്ചു. പിന്നെ ആരുമില്ല എനിക്കിവിടെ. അനാഥനായ ഞാൻ എൻ്റെ ഒരു എളാപ്പാൻ്റെ വീട്ടിൽ കുറച്ച് ദൂരേക്ക് പോയി. പിന്നെ അവിടെ ഇരുന്ന് എൻ്റെ പഠനവും ജോലിയൊക്കെ. കടത്തിൻ്റെ ഗൗരവം തിരിച്ചറിയാത്ത കാലത്ത് ഞാനതൊക്കെ മറന്നു. ഇപ്പോൾ എൻ്റെ ഈ നാടും നാട്ടുകാരെയൊക്കെ കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വന്നതാണ്. ഇവിടെ എത്തിയപ്പോഴാണ് അന്ന് എൻ്റെ ജീവൻ നിലനിർത്തിയ മുഹമ്മദ് ഖാൻ എനിക്ക് ഓർമ്മ വന്നത്. ആ കടം വിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കടയിലൊന്ന് പോയി. അവരും ഉപ്പ മരിച്ച കാര്യമൊന്നും പറഞ്ഞില്ല. അത് ഉപ്പാൻ്റെ ബുക്കോ കണക്കോ എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും നോക്കും. കണക്കൊന്നും നോക്കാനാ. കട ഒഴിവാക്കിയ സമയത്ത് പാൻ്റെ എന്നിട്ട് ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഒരു ബാഗ് ഉണ്ട് ഇവിടെ പാൻ്റെ. നിങ്ങൾ ആ ബാഗ് ഒന്ന് നോക്കൂ, അതിലെന്തേലും ഉണ്ടാകും. ഞാൻ നോക്കട്ടെ കേട്ടോ. ബാഗിൽ നിന്ന് ഒരു ബുക്കാണ് കിട്ടിയത്. നിങ്ങളെ പേരെന്തായിരുന്നു? പേര് ഹക്കീം. വിശക്കുന്ന ബാല്യം ആർക്കും ഉണ്ടാവരുത്. ഞാനും ഈ കടയുമുള്ളിടത്തോളം കാലം ഹക്കീമെ നീ വിശന്നിരിക്കേണ്ടി വരില്ല. ചിലരങ്ങനെയാണ്, ആർക്കും പിടികൊടുക്കൂല. അതവരുടെ ശൈലിയാണ്. സഹാനുഭൂതിയുള്ള മനസ്സുമായി ഇങ്ങനെയുള്ള ആളുകൾ നമുക്കിടയിൽ ഒരുപാടുണ്ട്. അത് കാണിക്കാതിരിക്കാൻ പരുക്കൻ ഭാവം മറയായി സ്വീകരിച്ചവർ.